നമസ്കാരം. ഞാൻ ചെറിയ ബോളായിട്ടുള്ള സോയ ചങ്ക്സ് വേവിച്ച് അതിന് കൂടെ ഒരു പെപ്പർ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് അത് നന്നായിട്ട് വേവിച്ചെടുത്തു. വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു നന്നായി തിളക്കട്ടെ. അപ്പോൾ അതെന്തിനാണ് ഇടുന്നത് വെച്ചാൽ അതിൻ്റെ മസാലയൊക്കെ ഈ സോയ ചങ്ക്സിലേക്ക് വേഗം പിടിച്ചെടുക്കും. ചെറിയ സോയ ചങ്ക്സാണത്. 1 ടീസ്പൂൺ കേട് ഒഴിച്ചു. കുറച്ച് മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. നന്നായി തിളപ്പിച്ച് ഈ മസാലകളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറട്ടെ. നന്നായി ഈ തിളച്ച് ഇതായിട്ട് സോഫ്റ്റായിട്ട് വരും. പെപ്പർ ഫ്രൈ ആയതുകൊണ്ട് നമുക്കിതിലേക്ക് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് കുരുമുളക് ഇടുക. അപ്പോൾ ആ ഫ്ലേവർ അതിലേക്ക് ഉണ്ടാകും. അതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യിട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ടു. അതിന് ശേഷം അരിഞ്ഞു വെച്ച ഒരു വലിയ ഉള്ളി ഇതിലേക്ക് ഇട്ടു. വലിയ ഉള്ളി ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുന്ന ഉള്ളിലേക്ക് ഒരു 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കട്ട് ചെയ്ത വെളുത്തുള്ളി ഒരു 5 എണ്ണം, ഒരു 5 അല്ലിയാണ് കേട്ടോ, അത് പിന്നെ ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്ത 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അത് ഇട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്യുക. നന്നായി ഫ്രൈ ആവട്ടെ. നന്നായി ഉള്ളി ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. അതിന് ശേഷം കാശ്മീരി ചില്ലി പൗഡർ ഇടുക. കുറച്ച് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുക. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. പെപ്പർ സോയ ചങ്ക്സ് അല്ലേ, അപ്പോൾ കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ. ഇത് കഴിഞ്ഞ് അവസാനം വേണമെങ്കിൽ കുരുമുളക് പൊടി മതിയായില്ല എന്ന് കണ്ടാൽ, പോരാന്ന് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഊറ്റി വെച്ച സോയ ചങ്ക്സ് ചേർക്കുക. സോയ ചങ്ക്സ് ചേർത്തി നന്നായി മിക്സ് ചെയ്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക അതിലേക്ക്. എന്നിട്ട് ഇരുന്നിട്ട് നന്നായി വേവട്ടെ. ഇതിൽ മിക്സായിട്ട് നല്ല ഇതായിട്ട് വേവട്ടെ. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. നമ്മൾ സോയ ചങ്ക്സ് വെള്ളത്തിലിട്ടിട്ട് വേവിക്കുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പക്ഷെ വീണ്ടും നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെന്ന് കണ്ടാൽ ഉപ്പ് ഈ സമയത്ത് ചേർക്കുക. ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിൽ മസാലയിൽ ചേർന്നിട്ട് അപ്പോൾ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കുക. കാരണം ഇതിൽ ടൊമാറ്റോ ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കുക. നന്നായി ഇളക്കുക. ഒന്നും കൂടി വേവട്ടെ. കറിയൊക്കെ റെഡിയായി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ടത്. അതിന് ശേഷം ഓഫ് ചെയ്യുക. ഒന്നൊരു ചൂടായി കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യുക. ഉപ്പൊക്കെ നോക്കുക. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇതിലിപ്പോൾ നന്നായി കിട്ടിയിട്ടുണ്ട്. ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സ് കറി തേങ്ങ ചേർത്ത പത്തിരിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്.